ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഇടയാളികളെ ചർച്ച ചെയ്തപ്പോൾ പി എം എ സലാമിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പി എം എ സലാമിനോട് നമുക്ക് പറയാനുള്ള അപേക്ഷ, ഒരുപക്ഷെ നിങ്ങൾക്ക് ലീഗ് നഷ്ടപ്പെട്ടെന്ന് വരാം. അതേസമയത്തിൽ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളെപ്പോലെയുള്ള 100 പണ്ഡിതന്മാര് 100 സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിന് പകരമാണ് നിങ്ങളുടെ ആ ഒരു വാക്ക്. അത് മതി. ഇപ്പോഴാണ് ഇടയാളുകളെ പറ്റി ഈ സലഫി പണ്ഡിതന്മാരെ ഞാനടക്കം ഇക്കാലം അത്രയും പ്രസംഗിച്ചിട്ടും സാധാരണക്കാർക്ക് അടയാളം മനസ്സിലായിട്ടില്ല. പി എം എ സലാമിന്റെ നാവ് കൊണ്ട് അല്ലാഹു തആല ഒരടയാളെന്ന് രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞപ്പോൾ ലോകത്തിന് മനസ്സിലായി എന്താണ് ഇടയാൾ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ അനുവദനീയമാണോ അല്ലേ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം. പ്രിയപ്പെട്ടവരെ, ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാമുന നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മജ്മു ശർഹ് മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 8ാം വാള്യം 202ാമത്തെ പേജിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ തങ്ങൾക്കും അതുപോലെ തന്നെ ഉമർ തങ്ങൾക്കും സലാം പറഞ്ഞതിന് ശേഷം സുമ്മ യർജിഉ ഇലാ മൗഖിഫിൽ അവ്വലി ഖുബാലത വജ്ഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മുഖത്തോട് അഭിമുഖമായി നിൽക്കണം. മാത്രമല്ല വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. മാത്രമല്ല വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, തന്റെ രക്ഷിതാവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശുപാർശ തേടാൻ ആവശ്യപ്പെടുകയും വേണം. മാത്രമല്ല വമിൻ അഹ്സനി മാ യഖൂലു, പറയുന്നതിൽ ഏറ്റവും നല്ലത് മാ ഹക്കാഹുൽ മാവർദിയു വൽ ഖാദി അബു ത്വയ്യിബി വസായിറു അസ്ഹാബിന അനിൽ ഉത്ബി മുസ്തഹ്സിനീന ലഹു, ഉത്ബി തങ്ങളെ തൊട്ട് നല്ലതായി വന്ന ആ സംഭവം ഉദ്ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മുടെ അസ്ഹാബും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖാദി അബു ത്വയ്യിബ് തങ്ങളും അതുപോലെ തന്നെ ഇമാം മാവർദി തങ്ങളും രേഖപ്പെടുത്തി വെച്ച ആ സംഭവം ഉദ്ധരിക്കുകയും ആ സംഭവം തന്നെ പറയുകയാണ് ഏറ്റവും നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മജ്മു എന്ന ഗ്രന്ഥത്തിൽ 8ാം വാള്യം 202ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. ശേഷം ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഖാല കുന്തു ജാലിസൻ ഇൻദ ഖബരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫജാഅ അഅറാബിയുൻ, അപ്പോൾ ഒരു അഅറാബി വന്നു. ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ മേലിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. സമയത്തുല്ലാഹ യഖൂലു, അല്ലാഹു പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ശേഷം സൂറത്തുൻ നിസായിലെ 64ാമത്തെ ആയത്തായ വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ, ഈ ആയത്തിനെ ഓതുകയാണ്. ശേഷം പറയുന്നത് വഖദ് ജിഅ്തുക, നിശ്ചയമായും ഞാൻ വന്നിരിക്കുന്നു. മുസ്തഗ്ഫിറൻ മിൻ ദംബി, എന്റെ ദോഷത്തിൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ടും. മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് അങ്ങയെ ശുപാർശകനായി ആക്കിക്കൊണ്ടും. സുമ്മ അൻശഅ യഖൂലു, ശേഷം അദ്ദേഹം പാടുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅലമുഹു ഫതഅബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലികബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഇങ്ങനെ പാടിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുകയാണ്, ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. ഫഖാല, മുത്തുനബി തങ്ങൾ പറയുന്നു, യാ ഉത്ബി, ഓ ഉത്ബിയെ, ഇൽഹഖിൽ അഅറാബിയ ഫബശ്ശിറുഹു ബി അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു, നിശ്ചയമായും നീ ആ വന്ന അഅറാബിയുടെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹത്തോട് അല്ലാഹു തആല താങ്കൾക്ക് പൊറുത്തു തന്നിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് ഉത്ബി തങ്ങളോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു എന്നതിനെ ബഹുമാനപ്പെട്ട ഇമാമുന നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മജ്മു ശർഹ് മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 8ാം വാള്യം 202ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ തന്നെ അൽ അസ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇതേ അഭിപ്രായം 354ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല
ബഹുമാനപ്പെട്ടവരുടെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ ഈലാഹു എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലും 454 പേജിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. അങ്ങനെ അല്ല എങ്കിൽ നവവി ഈലാഹില്, നവവി അധികാറില്, നവവി ശറഹ് മുഹത്തബില് ഇവിടൊക്കെ എഴുതി നബിയുടെ ഖബറടിക്ക് പോയിട്ട് നബിയെ വിളിച്ചിട്ട് ഇസ്തിശ്ഫാ ചെയ്യണം എന്ന്, ശുപാർശ തേടണമെന്ന്. എന്താ പറയാ നിങ്ങൾ? എന്താ മറുപടി? ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോട് ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-ന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബുക്കി തങ്ങള് അദ്ദേഹത്തിന്റെ ശിഫാഉ സക്കാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 283 പേജിൽ പറയുകയാണ്, ഏലം അന്നഹു ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തശഫ്ഫുഅ ചെയ്യലും ഇസ്തിഗാസ നടത്തലും തവസ്സുല് ചെയ്യലും അനുവദനീയമാണ് എന്ന് മാത്രമല്ല നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി തങ്ങൾ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ശിഫാഉ സക്കാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 283 പേജിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ഉന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 2-ാം വാല്യം 83 പേജിൽ പറയുകയാണ്, യുസ്തഹബ്ബു അയ്യതവസ്സലു ബിസ്സുഹാദി വസ്സാലിഹീന, ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ സാഹിദീങ്ങളെ കൊണ്ടും തവസ്സുൽ ചെയ്യൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിലെ 2-ാം ഷാഫിയായ ഇമാമുന നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ 3 ഗ്രന്ഥത്തിലും പറയുന്നത് മുത്തുനബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണമെന്നാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട കുത്തുബുൽ അക്താബായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗുന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് തവസ്സുൽ ചെയ്യൽ സുന്നത്താണ് എന്നാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി തങ്ങളെ അദ്ദേഹത്തിന്റെ ശിഫാഉ സക്കാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു തവസ്സുൽ ചെയ്യൽ നല്ലതാണ്, അതും മുത്തുനബി തങ്ങളെ കൊണ്ട് ചെയ്യൽ ഏറ്റവും നല്ലതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതിനെയെല്ലാം ശിർക്കായി അല്ലെങ്കിൽ ഇസ്ലാമിൽ പെടാത്ത കാര്യങ്ങളായി ചിത്രീകരിക്കുന്ന വഹാബിസത്തിൽ നിന്ന് തിരിയണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്.